എന്നത്തെയും പോലെ രാവിലെ നമ്മുടെ മീനിന് തീറ്റ കൊടുത്തു. നമുക്ക് രാവിലെ ഇവിടെ ഇടിയപ്പവും മുട്ടക്കറിയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാം അമ്മ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കവർ കൊടുക്കാൻ വേണ്ടി അമ്മയുടെ നൈറ്റിയെ കിടന്ന് തൂങ്ങുവാണ് കുഞ്ഞിപ്പെണ്ണ്. അവസാനം അമ്മ ആ പൊടിയെല്ലാം തല്ലിക്കൊണ്ട് അതിനകത്തിട്ടിട്ട് ആ കവർ കൊടുത്തു. ആ കവറെല്ലാം കൈ കിട്ടിയപ്പോഴാണ് പുള്ളിക്കാരിക്ക് സമാധാനമായത്. അങ്ങനെ മുട്ട പുഴുങ്ങാനുള്ള വെള്ളമൊക്കെ വെച്ച് അത് തിളച്ചപ്പം ഞങ്ങൾക്ക് വേണ്ടുന്ന മുട്ടയൊക്കെ എടുത്ത് അതിനകത്ത് ഇട്ടു. മുട്ടയൊക്കെ പുഴുങ്ങി വന്നപ്പോഴത്തേക്കിന് അമ്മ നമ്മൾക്കടെ പൊടിയെല്ലാം ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ പൊടിയെല്ലാം യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ഇഡലിത്തട്ടിനകത്തോട്ട് തേങ്ങായും ഒക്കെ വെച്ച് ഇടിയപ്പത്തിനുള്ളതെല്ലാം നേരെ അതിനകത്തോട്ട് തന്നെ സെറ്റാക്കിയിട്ട് നേരെ നമുക്ക് മുട്ടക്കറിക്കുള്ള ഉള്ളിയെല്ലാം വഴറ്റി ശരിയാക്കിയെല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടെ അവിടെ തന്നെ ഇരുന്നതെല്ലാം കാണുമായിരുന്നു. എനിക്ക് കുഞ്ഞിപ്പെണ്ണ് കൈയിരിക്കുന്നതുകൊണ്ട് വേറെ ഒന്നും പോയി ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഇടിയപ്പം എല്ലാം വെന്ത് കഴിഞ്ഞതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ചക്ക ഇടാൻ പോയി. അപ്പം നമ്മുടെ റോസായിൽ വിരിഞ്ഞ് പോവുകയാണെങ്കിൽ ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം നടന്ന് വീഡിയോ എടുക്കും. നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് തന്നെ കുമാരിയമ്മയുടെ വീട്ടിലാണ് നമ്മൾ ചക്ക ഇടാൻ പോയത്. ഞാനും അമ്മയും കുഞ്ഞിപ്പെണ്ണും കൂടെ ആണേ പോയത്. അപ്പോൾ അമ്മ താണ്ട പ്ലാവ് നോക്കി പോവാണേ. അത് കഴിഞ്ഞപ്പോൾ നല്ല പൊക്കത്തായതുകൊണ്ട് തന്നെ അമ്മ നേരെ പോയി തോട്ടിയെടുത്ത്. ഞാൻ ഇടാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, വീഡിയോ എടുത്തോ, കുഞ്ഞിപ്പെണ്ണിനെയും പിടിച്ച് അവിടെ നിന്നോളാൻ പറഞ്ഞു. അമ്മ ചക്ക ഇടുന്നതിൻ്റെ ആവേശത്തിന് കുഞ്ഞിപ്പെണ്ണി ഇരുന്ന് തുള്ളുന്നത്. അങ്ങനെ കുറച്ച് നേരം പിടിച്ചിട്ട് ചക്കയൊക്കെ ഇട്ടു. കുറേ നേരം അമ്മയിട്ട് വലിച്ചിട്ടാണ് ചക്ക വീണത്. ചക്കയൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ നേരെ അവിടെ നിന്ന് പോകുന്നിരുന്ന ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്ന റോസ നമ്മുടെ കുമാരിയമ്മയുടെ വീട്ടിലെയാണ്. കുറച്ച് ദിവസം കൊണ്ട് എന്നോട് റോസ മേടിച്ചുകൊണ്ട് കൊടുക്കണേന്ന് പറഞ്ഞ് അങ്ങനെ മേടിച്ചുകൊണ്ട് കൊടുത്തതാണ് ഇത്. അമ്മ ചക്കയും കൊണ്ട് വരുന്ന അമ്മയുടെ കൂടെ തന്നെ നടന്നു വരുന്ന ഒരാൾ എൻ്റെ കയ്യിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് നടന്നു വരും. അമ്മ വട്ടയില പറിക്കാൻ പോയ സമയം കൊണ്ട് അമ്മയുടെ കൂടെ പോയി. പിന്നെ അമ്മ റോഡിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് അവിടെ നിർത്തി. അമ്മ അങ്ങനെ പാത്രവും എണ്ണയും പിച്ചാത്തിയെല്ലാം എടുക്കാൻ പോയ സമയം കൊണ്ട് ചക്കയിൽ അടിക്കുകയും വട്ടയില പെറുക്കുകയും തലയിൽ വെക്കുകയും എന്തൊക്കെയാണോ അവിടെ നിന്ന് കാണിക്കുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ കുറേ നേരം ചക്കയിലൊക്കെ അടിക്കുകയും ചക്കയിൽ ഇരുന്ന് തൊട്ട് നോക്കുകയും എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണ് അവിടെ ഇരുന്ന് പിടിച്ചു മാറ്റാൻ ചെന്ന് കഴിഞ്ഞാൽ കുഞ്ഞിപ്പെണ്ണ് അവിടെ കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കും. അത് കഴിഞ്ഞ് അമ്മ വെട്ടോത്തിയും എണ്ണയും എല്ലാം കൊണ്ടുവന്ന് ആ എണ്ണയെല്ലാം അവിടെ കമത്തി അവസാനം കൈയൊക്കെ തുടച്ച് അമ്മ അവിടെ നിന്ന് പറഞ്ഞ് മാറ്റി നിർത്തി. ചക്ക വെട്ടുന്നിടത്ത് കുഞ്ഞിപ്പെണ്ണിനെ നിർത്താൻ പറ്റത്തില്ലല്ലോ. വെട്ടോത്തി ആയുന്ന സമയത്ത് ചിലപ്പോൾ കുഞ്ഞങ്ങോട്ട് ഇങ്ങോട്ട് ഓടി വന്നാൽ അറിയാത്തതുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിനെ അങ്ങോട്ട് ഞാൻ പിടിച്ച് മാറ്റി നിർത്തിയായിരുന്നു. നിർത്തിയെടുത്ത് ദേ ഒരു ബക്കറ്റ് ഇരിക്കുന്നു. അങ്ങനെ അതും പൊക്കിക്കൊണ്ട് പോവാണ്. അതും അമ്മ അവസാനം വലിച്ചു മേടിച്ച് അവിടെ വെച്ച് അമ്മ ചക്കയെല്ലാം പൊളിച്ചു കഴിഞ്ഞപ്പോൾ കൈ കൊട്ടിക്കൊണ്ട് നിൽക്കുന്നത് ചക്ക കൊടുക്കാൻ. ഇവിടെ എല്ലാവർക്കും പച്ചച്ചക്ക ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിപ്പെണ്ണ് ഇപ്പോൾ ആ ഒരു രീതിയാണെന്ന് തോന്നുന്നു. അങ്ങനെ ചെറിയൊരു കഷ്ണമെല്ലാം അമ്മ കറയൊക്കെ കളഞ്ഞെടുത്ത് കൈ കൊടുത്തിട്ടുണ്ട്. അതും കൈ മേടിച്ചുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പോവാണ്. ഞാൻ ഇച്ചിരി തരാൻ പറഞ്ഞിട്ടൊന്നും തരുന്നില്ല. ഞാൻ മേടിക്കുമെന്ന് കരുതി എൻ്റെ അടുത്തുനിന്ന് തന്നെ അങ്ങ് പോവാണ്. ഞാൻ കൈ നീട്ടിയിട്ട് ഇച്ചിരി താമിഴിയെന്ന് പറഞ്ഞിട്ടൊന്നും തരുന്നൊന്നുമില്ല. അപ്പം ഞാൻ ഇച്ചിരി പിടിച്ച് മേടിക്കാൻ നോക്കിയപ്പോൾ ഭയങ്കര ബഹളം. അത് മൊത്തത്തിലങ്ങ് വായിക്കകത്തോട്ട് കയറ്റുമായിരുന്നു. അങ്ങനെ ആ ചക്കയൊക്കെ മേടിച്ച് തിന്നുകൊണ്ട് അടുത്തത് അമ്മ കാണാതെ അമ്മ ഓരോന്ന് പൊളിച്ചിടും, അവൾ ഓരോന്ന് പെറുക്കിക്കൊണ്ട് പോകും. അവസാനം ചവണിയോടുകൂടി തന്നെ വായിക്കകത്ത് കയറ്റി വെച്ച് അത് ഞാൻ എന്തായാലും വലിച്ച് പിടിച്ച് വായിക്കകത്തുനിന്ന് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞു പുള്ളിക്കാരിക്ക് പച്ചച്ചക്ക മതി. ഇവ 2-3 പച്ചച്ചക്ക തിന്നായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് പെരക്കകത്ത് കുറച്ച് ജോലിയുണ്ടായിരുന്നു. ഞാനങ്ങ് കയറിയും പോയി. വെളിയിൽ നിന്നുകൊണ്ട് മേമേന്ന് കുറേ വിളിച്ച് ഞാൻ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ വഴി ഒരു അട്ട പോകുന്നു. അപ്പോൾ അട്ടയെ കണ്ടുകൊണ്ടാണ് എന്നെ വിളിച്ചത്. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അട്ടയെ ഭയങ്കര പേടിയാണ് പുള്ളിക്കാരിക്ക്. ആ സമയം കൊണ്ട് അമ്മ നമ്മുടെ ചക്കയെല്ലാം റെഡിയാക്കി വെച്ചു. അപ്പോഴത്തേന് ആ സമയത്ത് കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര ഉറക്കമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കാനൊക്കെ ഇരുന്നപ്പോഴത്തേന് ദേ കുഞ്ഞിപ്പെണ്ണും അങ്ങ് ഉണർന്ന്. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിനെ എടുത്തുകൊണ്ട് വന്ന് കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര ക്ഷീണത്തിൽ ഉറക്കമൊന്നും ശരിയായില്ല. കുഞ്ഞിപ്പെണ്ണിനെ എടുത്തുകൊണ്ട് വന്നു. കുഞ്ഞിപ്പെണ്ണിനും ചോറ് കൊടുത്തു കഴിഞ്ഞെല്ലാം വന്നപ്പോൾ ചേട്ടത്തി വന്നായിരുന്നു. അങ്ങനെ ചേട്ടത്തിക്കും ചക്കയൊക്കെ കൊടുത്ത് അതാണ് ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുഖം മറച്ച് വെച്ചേക്കുക. അത് കഴിഞ്ഞ് കുഞ്ഞിപ്പെണ്ണിൻ്റെ കുറച്ച് കുസൃതിയൊക്കെ കണ്ടിട്ട് നമ്മുടെ വീടിൻ്റെ അവിടെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന കൂട്ടത്തിൽ ഈ ഒരു ചന്ദനത്തിരി പോലത്തെ ഒരു സാധനം കൊണ്ടുവന്ന് അത് കത്തിച്ച് വെക്കണം. വൈകുന്നേരത്ത് വെക്കേണ്ടത് കൊതുകും പോകും, നല്ല മണമാണെന്നാണ് പറഞ്ഞാൽ. ഞങ്ങൾക്ക് അത്രയും ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് നേരത്തെ കത്തിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഇത് മേടിക്കാനാണ് കുഞ്ഞിപ്പെണ്ണി നടക്കുന്നത്. കുഞ്ഞിപ്പെണ്ണ് കണ്ടു കഴിഞ്ഞാൽ പോയി എടുക്കുമെന്ന് കരുതി ഞാൻ സ്റ്റെപ്പിൻ്റെ മണ്ടയ്ക്കത്തെ ഇതിലാണ് വെച്ചത്. പിന്നെ ലാസ്റ്റ് അത് അടുക്കളയിൽ കൊണ്ടുവച്ച് നല്ല മണമായിരുന്നു. പക്ഷേ ഒത്തിരി മണം ശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാനതങ്ങ് മാറ്റി. എനിക്ക് അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അത് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയപ്പോൾ രാഹുലെണ്ണ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മീനൊക്കെ കറി വെച്ചിട്ട് ഞാനും അമ്മയും കൂടെ കുറച്ച് നേരം TV ഒക്കെ കണ്ടിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.